എന്റെ പൊന്ന് സാബു ചേട്ടാ, നിങ്ങൾ എന്തിനാ പേടിക്കണേ? അത് അവളോട് നേരിട്ട് പറഞ്ഞൂടെ? എടാ, അതാണ് ഞാൻ പറയണത്. നമ്മൾ ആദ്യമായിട്ട് അവളെ ഫ്രണ്ടിൽ ചെല്ലുന്ന മുഹൂർത്തം അവൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എടാ, നീ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ അവളുടെ ഫ്രണ്ടിലെത്തുന്നു, അവളെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഒരു ദൈവപുത്രനെ പോലെ ഞാൻ എത്തുന്നു. എടാ, ഞാൻ നിന്റെ ആരാണ്? ചേട്ടൻ. അപ്പൊ അത് എന്റെ ചേട്ടത്തിയമ്മ കേട്ടാ. പോയി കൊളാക്ക്. ഓവറാക്കരുത്. നാച്ചുറൽ സ്റ്റാർ എണ്ണ. അയ്യേ, ഓവർ ആക്ടിങ്. എന്താ നില്ലുമോളെ, ഞാനൊന്ന് കാണട്ടെ. എന്നെന്തിനാണ് കാണുന്നത്? തൊലി ഉരിയാണ്. ഇതുപോലുള്ള സുന്ദരി പെണ്ണുങ്ങൾ പോകുമ്പോൾ ഞാൻ മോളിന്ന് ചാടി വീണത് കാണും. ഇനി രാവണന്റെ വരവാണ്. ഇൻസ്റ്റാ, ഫേസ്ബുക്ക്, സ്നാപ്ചാറ്റ്, എംപരിവാഹൻ, ഇതിലേതിലൊക്കെ നീണ്ട് ഇപ്പൊ തന്നെ എന്നെ ഫോളോ ചെയ്യണം. കുടിക്കാൻ ബെസ്റ്റ് ബൂസ്റ്റ്. ഞാൻ അവിടെ കുറെ നേരമായി പോസ്റ്റ്. ഇനി നിനക്ക് റെസ്റ്റ്. ഏട്ടൻ ആരാ? കണ്ടിട്ട് പേടിയാവുന്നു. എന്തൊരു മാസ്. എന്റെ അമ്മക്ക് ഞാൻ മകൻ ഉന്നെ കൊല്ല വന്ന യമൻ. അയ്യോ, എന്റെ പ്രാസം. അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുക, ഇവിടെ എന്താ നടക്കണേ? ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് കുട്ടി എന്നെ പോലുള്ള നായകന്മാരുണ്ടാവുന്നത്. എന്റെ പൊന്നിയായിട്ടാ, കുറെ കാലത്തിന് ശേഷം ഒരു ഓഫ്ലൈൻ പോകാൻ എന്റെ പുറകെ നടക്കണം. ഞാനൊന്ന് ആസ്വദിച്ചു വരെയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഒരു കോളമാക്കല്ലേ. ചേട്ടന്റെ ഇൻസ്റ്റ ഐഡി എന്താ? അസുയിത്ത് മാരാരിക്കുളം ചെണ്ടലോവർ. ഒരുമാതിരി ചെറ്റത്തരം കാണിക്കരുത്. ഞാൻ എന്തോന്ന് ഇത്? ഞാനും എന്റെ പൊന്നും സംസാരിക്കും. അണ്ണനല്ലേ കയറി വന്ന്. നിന്റെ പൊന്നോ? അപ്പൊ നീ പറഞ്ഞ ഞാൻ ഈ കിടിലൻ അണ്ണാ, ഞാനാര്? അനിയനെ പോലെ. അപ്പൊ അതായത് നിങ്ങളുടെ അനീത്തിയല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ സർവൻ ശിവമയം. ഇതൊരുമാതിരി വേറെ മെത്തേഡായി പോയി. നല്ല പെണ്ണായിരുന്നു പൊന്നു.